ആം ആദ്മി നേതാക്കളായ ബൽബീർ സിംഗും സുഖ്ബീർ ദലാലും BJP-യിൽ ചേരുകയാണ്. സീറ്റ് കിട്ടാത്തതിനാലല്ല പാർട്ടി മാറ്റമെന്നാണ് സുഖ്ബീർ ദലാൽ പറയുന്നത്. പഞ്ചാബി ഭാഷ വിദ്യാഭ്യാസത്തെ ഡൽഹി സർക്കാർ മറന്നുവെന്ന് ബൽബീർ സിംഗിന്റെ രൂക്ഷമായ വിമർശനവും വരുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, BJP-യിലേക്ക് കൂടുതൽ നേതാക്കൾ പോവുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ആം ആദ്മി പാർട്ടിയിൽ എന്താണ് നടക്കുന്നത്? ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ BJP-യിലേക്ക് പോയ രണ്ട് നേതാക്കൾ ബൽബീർ സിംഗും സുഖ്ബീർ ദലാലും രണ്ടുപേരും സംസ്ഥാന നേതൃനിരയിൽ സജീവമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സീറ്റ് ലഭിച്ചിട്ടില്ലായിരുന്നു. ഇത്തവണയും സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച വിവരം. ഇതേ തുടർന്നാണ് പാർട്ടി മാറ്റം എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും പഞ്ചാബി ഭാഷാ വിദ്യാഭ്യാസത്തെ ഡൽഹി സർക്കാർ മറന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടാണ് ബൽബീർ സിംഗ് പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. സീറ്റ് കിട്ടാത്തതിനാലല്ല പാർട്ടി മാറ്റം. വലിയൊരു സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രഖ്യാപനം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു കഴിഞ്ഞ 5 വർഷം മുൻപ്. പക്ഷെ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ജനങ്ങളെ വഞ്ചിക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന് സുഖ്ബീർ ദലാലും പറയുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ ഈ പാർട്ടി മാറ്റം സീറ്റ് ലക്ഷ്യം വെച്ചാണ് എന്ന് ആം ആദ്മി പാർട്ടിയുടെ ചില നേതാക്കൾ പറയുന്നു. എന്തായാലും BJP-യിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും എല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മാറാനുള്ള സാധ്യത ഡൽഹിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തല്ലോ. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. AAP നേതാക്കളായ ബൽബീർ സിംഗും സുഖ്ബീർ ദലാലും BJP-യിൽ ചേർന്നു.